ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചിരിക്കുന്നു ഇറാന്റെ ആക്രമണത്തിൽ. ഇസ്രായേലും അമേരിക്കയും ഉറക്കത്തിൽ പോലും കണ്ടിരിക്കില്ല ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ ഇറാൻ ആക്രമിക്കുമെന്ന്. ഇസ്രായേലിന്റെ പ്രധാന ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഡിമോണയിലും തൊട്ടടുത്ത അരാദയിലും ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നു. ഇസ്രായേലിന്റെ ആയുധപുരകളിൽ പലതും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രം നെഗവ് മരുഭൂമിയിലെ ഡിമോണയ്ക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഡിമോണയിലും അരാദ നഗരത്തിലുമാണ് ഇറാന്റെ മിസൈലുകൾ ഇപ്പോൾ പതിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എയർ ഡിഫൻസ് സംവിധാനമുള്ള ഏറ്റവും സുരക്ഷിത മേഖലയിലാണ് ഇറാന്റെ മിസൈലുകൾ കൃത്യമായി പതിച്ചിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. പരിക്കേറ്റവരിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇസ്രായേലിലെ ആശുപത്രികൾ പരിക്ക് പറ്റിയവരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ പറയുന്നു, അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇറാനിൽ നിന്നും ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായത് എന്ന്. ഇറാൻ സ്റ്റേറ്റ് മീഡിയ പറയുന്നത് ഇത് ഇസ്രായേൽ ഇന്നലെ ഇറാനിലെ നെതാൻസിലുള്ള ആണവ നിലയം ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് എന്നാണ്. അതായത് അടിക്ക് തിരിച്ചടി അപ്പോൾ തന്നെ ഇറാൻ നൽകുന്നു എന്നർത്ഥം. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാകുന്നു എന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂടുന്നത്. 100-നോടടുത്ത് ഡിമോണയിലും 50-നോടടുത്ത ആളുകൾക്ക് അറാദയിലും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞത് ഈ സായന്തനം ഇസ്രായേലിന് ഭയാനകവും ഭീതിതവുമായിരുന്നു എന്നാണ്. ഇതുകൊണ്ടൊന്നും ഇസ്രായേൽ പിന്നോട്ട് പോകില്ലെന്നും ഇനിയും ഇറാനെ ആക്രമിക്കുമെന്നുമാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആക്രമണത്തിന്റെ അളവ്, അതിന്റെ നാശനഷ്ടങ്ങൾ തുറന്നു സമ്മതിക്കണമെങ്കിൽ അത്രമാത്രം നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞത് ആക്രമണ സമയത്ത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നും എന്നാൽ ചില മിസൈലുകൾ തടയാൻ അവയ്ക്ക് സാധിച്ചില്ല എന്നുമാണ്. മിസൈലുകൾ പുതിയതോ പ്രത്യേകതയുള്ളതോ ആയിരുന്നില്ല, എന്നിട്ടും അവ തടയുന്നതിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന്. അഗ്നിശമന സേന പറഞ്ഞത് ഡിമോണയും അറാദ നഗരങ്ങളിലുമുള്ള ആക്രമണം സമയത്ത് മിസൈലുകളെ തടയാൻ ഇന്റർസെപ്റ്റർ മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു എന്നാണ്. എന്നാൽ ആ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെട്ടു എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അതിന്റെ ഫലമായി 100 കണക്കിന് കിലോഗ്രാം ഭാരമുള്ള വാർഗഡുകൾ നേരിട്ട് രണ്ടിടങ്ങളിൽ പതിച്ചുവെന്നാണ്. ആണവ കേന്ദ്രം സുരക്ഷിതമാണെന്നും റേഡിയേഷൻ ലീക്ക് ഉണ്ടായിട്ടില്ല എന്നുമാണ് IAEA പറയുന്നത്. ആണവ കേന്ദ്രങ്ങൾക്കടുത്ത് യുദ്ധപ്രവർത്തനങ്ങൾ കുറയ്ക്കണം, അപകടം ഒഴിവാക്കണമെന്നും അന്താരാഷ്ട്ര ആണവ നിരീക്ഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. അതിനർത്ഥം ഇനിയും ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനും ആണവ വികിരണം ഉണ്ടാകാമെന്ന് സാരം. അൽ ജസീറ റിപ്പോർട്ടർ നൂർ ഓദെ പറയുന്നത് 3 വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഇറാന്റെ മിസൈലുകൾ കൃത്യമായി പതിച്ചെന്നും ഒരു 3 നില കെട്ടിടം പൂർണ്ണമായി തകർന്നെന്നും പലയിടങ്ങളിലും അഗ്നി ആളിപ്പടർന്നെന്നുമാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ രാത്രി നെതന്യാഹു പറഞ്ഞതുപോലെ ഇസ്രായേലികൾക്ക് ശരിക്കും ഒരു കാളരാത്രി തന്നെയായിരുന്നു. ഇറാന്റെ ഇപ്പോഴത്തെ നയം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നതാണ്. യുദ്ധം കുറയുകയല്ല, കനക്കുകയാണ് ചെയ്യുന്നത്. ആശങ്കകൾ മഹാമാരി പോലെ കരിയും പുകയും പടർത്തി പശ്ചിമേഷ്യയെ ചൂഴ്ന്നു നിൽക്കുകയാണ്.